കുഞ്ഞേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ മാപ്രകളൊന്നും കൊടുക്കാത്തൊരു വാർത്തയാണ് നമ്മളൊന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഹ്യൂജ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് സകല മാധ്യമങ്ങളും അടിച്ചിട്ടുണ്ട്. നാഷണൽ മീഡിയാസ് എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര നഗരപാലിക ഇലക്ഷൻ നടന്നിട്ടുണ്ട്. 288 സീറ്റിലാണ് ഇലക്ഷൻ നടന്നത്. മഹായുതി 189, മഹാവികാസ് അഗാഡി 39, ലോക്കൽ അലയൻസ് 12. ഇതിൽ BJP ഒറ്റയ്ക്ക് 111 സീറ്റുകൾ പിടിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ട് വരുന്നു. SHS 43, NCP 34, INC ഇന്റർനാഷണൽ കോൺഗ്രസ് വെറും 30 സീറ്റ്, ഉദ്ധവ് സേന 2, NCP 7. അപ്പൊ മഹാരാഷ്ട്ര നഗരപാലിക ഇലക്ഷനാണ്. അപ്പൊ ഈ ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ഇതിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഇലക്ഷൻ റിസൾട്ട് മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച സന്തോഷം കഴിഞ്ഞില്ല. അതിനു മുമ്പേ ഈ നഗരപാലിക ഇലക്ഷൻ പ്ലസ് നമ്മുടെ അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇറ്റാനഗർ എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമല്ലേ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റാനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആ റിസൾട്ട്, അത് 20 വാർഡിൽ 19 വാർഡ് NDA പിടിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 2 ഇലക്ഷനാണ്, മഹാരാഷ്ട്ര നഗരപാലിക ഇലക്ഷൻ, അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ. 20 വാർഡിൽ 19 വാർഡ് പിടിച്ചു. BJP 19 വാർഡിൽ, NDA പിടിച്ച 19 വാർഡിൽ 14 വാർഡ് BJP പിടിച്ചു. NCP 3, LJP 2, ഇൻഡിപെൻഡന്റ് സ്വതന്ത്രൻ അവിടെ 1 സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ആനമുട്ടയാണ്. സ്വതന്ത്രന് 1 സീറ്റ് പിടിച്ചിട്ട് പോലും കോൺഗ്രസിന് 1 സീറ്റും കിട്ടിയില്ല. അതാണ് അരുണാചൽ പ്രദേശിലെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ BJP ആ പാർട്ടിയുടെ തേരോട്ടം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ 13-ാം തീയതി നമുക്കൊന്നും ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോർപ്പറേഷൻ പിടിച്ചപ്പോൾ ഒരു വലിയൊരു സംഭവമായിരുന്നു. എന്റെ വാർഡിലടക്കം, അമ്പലത്ര വാർഡിലടക്കം BJP ആണ് ജയിച്ചത്. BJPയുടെ സിമി ജ്യോതിഷാണ് ജയിച്ചത്. വളരെയധികം സങ്കടത്തിലാണ് കേട്ടോ അവിടെയുള്ള SDPI വിങ്. കാരണം അവർ 199 വോട്ട് പിടിച്ചു. ഈ 199 വോട്ട് പിടിച്ചതിൽ നമ്മുടെ ഭൂരിപക്ഷം, BJPയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 100 ആണെന്ന് തോന്നുന്നു. അപ്പോ അയ്യോ, അത് വലിയ കഷ്ടമായി പോയി, നമുക്ക് തോൽപ്പിക്കാമായിരുന്നു. അങ്ങനെ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു ഇതിന് ശേഷം ഈ കോർപ്പറേഷനുകൾ എല്ലാം തന്നെ BJP ലക്ഷ്യമിട്ടിട്ടുണ്ടോ. കോർപ്പറേഷൻ അരുണാചൽ പ്രദേശ് പിടിച്ചു. ഇപ്പോൾ ഇത് നഗരപാലിക ഇലക്ഷൻ എന്ന് തോന്നുന്നു. ഈ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ BJP സുശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ മഹാരാഷ്ട്രയിൽ ഈ ഇലക്ഷനിൽ BJP വിജയിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണ്? രാജ്യ തലസ്ഥാനം BJP പിടിച്ചു എന്നുള്ളതായിരുന്നു 2024 ഏറ്റവും വലിയ ഒരു വാർത്ത. നമ്മുടെ ദില്ലി BJP പിടിച്ചു, രാജ്യ തലസ്ഥാനം പിടിച്ചു, രാജ്യം പിടിച്ചു, രാജ്യ തലസ്ഥാനം പിടിച്ചു, മറ്റു പല സംസ്ഥാനങ്ങൾ പിടിച്ചു. ഇപ്പോൾ പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങൾ പിടിച്ചിട്ടും വർഷങ്ങളൊക്കെ കുറെ കഴിഞ്ഞു. ഇപ്പോൾ പല സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനം പിടിക്കുകയാണ്. പല സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനം പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡ്. തിരുവനന്തപുരം BJP സംബന്ധിച്ച് അങ്ങനെ സ്റ്റേറ്റ് പിടിച്ചെടുത്ത് ഭരിക്കാൻ തക്ക ശക്തിയൊന്നുമില്ല, പക്ഷെ അവർ തലസ്ഥാനം പിടിച്ചു. മഹാരാഷ്ട്രയിൽ വന്നു. മഹാരാഷ്ട്ര ശരിക്കും ഇതല്ല അവിടുത്തെ മെയിൻ തെരഞ്ഞെടുപ്പ്, വരുന്നത് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, അത് ബൃഹത് മുംബൈ തെരഞ്ഞെടുപ്പാണ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്. അത് ജനുവരി 15 തെരഞ്ഞെടുപ്പിന് ജനുവരി 16 വോട്ടെണ്ണലുമാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നടന്ന ഈ നഗരപാലിക. അതായത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് BJPയുടെ രാഷ്ട്രീയത്തിന്റെ ഒരു വേരുകൾ തുടങ്ങുന്നത് നഗര കേന്ദ്രീകൃതമായിട്ടാണ്. നഗര കേന്ദ്രീകൃത പാർട്ടി എന്നാണ് BJP പണ്ട് മുതൽ അറിയപ്പെടുന്നത്. ആദ്യം നഗരത്തിൽ വളരുക, തഴച്ചു വളരുക, പിന്നീട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്തുകൊണ്ടാണ് നഗരങ്ങളിലേക്ക് ഇവർ പെട്ടെന്ന് വളരുന്നതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നഗരങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള, ഇല്ലെങ്കിൽ സർക്കാരോ സർക്കാർ ഇതര ജോലിയുള്ളവർ, ഇല്ലെങ്കിൽ ഹൈലി ആയിട്ടുള്ള പ്രൊഫഷൻ. അതിൽ ഇപ്പൊ ടൗണിലാണ് ഒരു ചായക്കടയെങ്കിലും അയാൾ നല്ല അവയർനെസ് ആയിരിക്കും ഈ പൊളിറ്റിക്സിനെ കുറിച്ച്. എന്താണ് പിന്നെ ഇപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്നത്, എന്താണ് ലോകത്ത് നടക്കുന്നത്. നമ്മളിപ്പോ അതിപ്പോ ഏത് കേരളത്തിലെ നഗരങ്ങളിൽ ചെന്നിട്ട് ഒരു കടക്കാരനോട് നമ്മൾ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാലും അവന്റെ നോളജ് ഉണ്ടാകില്ല ഗ്രാമങ്ങളിലുള്ള ഒരു കടക്കാരന്. സെയിം കട ഒന്ന് തന്നെ ആണെങ്കിൽ പോലും. അപ്പൊ അത്തരം ഇടങ്ങളിലേക്ക് BJP മുമ്പോട്ട് വെക്കുന്ന അവരുടെ നിലപാടുകളും അവരുടെ ഈ വികസന അജണ്ട പെട്ടെന്ന് അക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവിടങ്ങളിൽ അവർ ജയിച്ചു കയറുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പൊ ഈ ഒരു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വളരെ കൗതുകരവും രസകരവുമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വാർത്ത നമ്മുടെ മലയാള മാധ്യമങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇവിടെ ഭയങ്കര കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെ കുറച്ച് ദിവസം മുമ്പേ വന്നായിരുന്നു. ഇത്തവണ BJPക്ക് അടിപതറും. അതിന്റെ ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ഇതാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ BJPയും നമ്മുടെ ഷിൻഡേയും തമ്മിൽ കുറെ നാളായിട്ട് ഉടക്കാം. BJPയും ഷിൻഡേയും തമ്മിലല്ല, BJPയും അജിത് പവാറും തമ്മിൽ ഉടക്കാണ്. ആ ഉടക്കം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഫട്നാവിസ് മുഖ്യമന്ത്രി ആയതിനകത്ത് ഷിൻഡയ്ക്ക് ഒട്ടും താല്പര്യമില്ല.
ഷിൻഡെ പറയുന്നത് എന്നെ മുഖ്യമന്ത്രി ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇലക്ഷനിൽ മത്സരിച്ചതും വോട്ട് പിടിച്ചതും ഒക്കെ. അവസാനം സമയം വന്നപ്പോൾ അവർ മാറ്റി എന്ന് പറയും. പക്ഷെ ഭൂരിപക്ഷം അവർക്കാണ്, BJPക്കാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അതിലൊന്നും പറയാനുമില്ല. അപ്പൊ അവിടെ മുതലേ ഇവർ ഉടക്കായിരുന്നു. അതിനിടയിൽ നമ്മുടെ ശ്രീമാൻ ഉദ്ധവ് താക്കറെയും അദ്ദേഹത്തിന്റെ അനന്തരവൻ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ അനന്തരവനാണ്, അതായത് കസിൻ എന്ന് പറയാം, കസിനായ രാജ് താക്കറെയും തമ്മിൽ പോയിട്ട് ഇതിന്റെ ഇടയ്ക്ക് പോയെന്ന് കണ്ടുമുട്ടി. അവർ കെട്ടിപ്പിടിച്ചു. കാരണം ഇവർ ഒരു കാലത്ത് വളരെ ചങ്കുകളായിരുന്നവരാണ്. ഈ ഉദ്ധവ് വന്നതുകൊണ്ടാണ് പിന്നെ രാജ് താക്കറെക്ക് ആ വീട് വിട്ടിറങ്ങേണ്ടി വന്നത്. മാധവശ്രീ വിട്ടിറങ്ങേണ്ടി വന്നത് ഈ ഉദ്ധവ് കയറി വന്നതിന് ശേഷം. ഇപ്പൊ ആ ഉദ്ധവും രാജ് താക്കറെയും തമ്മിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട് സന്ദർശിക്കുന്നു. ഭാര്യമാര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായി. മക്കൾ തമ്മിൽ സ്നേഹത്തിലായോ എന്ന് എനിക്കറിയില്ല, ആ വാർത്തയൊന്നും ഞാൻ കേട്ടില്ല. അപ്പോ ഈ രീതിയിലേക്ക് വരുന്നു. അപ്പൊ അവരൊരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. പല സ്ഥലങ്ങളിൽ, പല വാർഡുകളിലും BJPക്ക് ബദലായിട്ട് ഷിൻഡെ പക്ഷം മത്സരിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും BJPക്ക് ബദലായിട്ട് ഈ അജിത് പവാറിന്റെ NCP ഉണ്ടല്ലോ, അവരും മത്സരിച്ചിരുന്നു. അതിന് BJPക്കാർ പറഞ്ഞു സൗഹൃദ മത്സരം, അങ്ങനെയാണല്ലോ പറയുന്നത്. ഒരു മുന്നണിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതിന് നമ്മൾ സൗഹൃദ മത്സരം എന്നാണല്ലോ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ മത്സരിക്കുന്ന സാഹചര്യം, ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു വരാമെന്ന് ഈ നമ്മുടെ ശിവസേന കരുതി, നമ്മുടെ ഉദ്ധവ് താക്കറെയൊക്കെ. കാരണം അവരിത് ചിന്തിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ശിവസേന എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ജയിച്ച് കയറി തുടങ്ങുന്നതും അവരുടെ കരുത്ത് വരുന്നത് നഗരപാലികയിൽ കൂടെയാണ്. നഗരസഭാ ഭരണങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ശിവസേന മഹാരാഷ്ട്രയിൽ കാലുറപ്പിക്കുന്നത്. കൊങ്കൺ മേഖലയിലായാലും കല്യാൺ ആയാലും ഒക്കെ അവിടങ്ങളിൽ ഇവർ ജയിച്ചു കയറുന്നതോടുകൂടിയാണ് അതിനവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടങ്ങളിൽ അവർക്ക് ജയിച്ചു കയറാൻ അവരെ സഹായിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഷിൻഡെ ഓട്ടോറിക്ഷ തൊഴിലാളിയാ ഷിൻഡെ. അങ്ങനെയാണ് ഷിൻഡെ അവിടുന്ന് ഒരു ലീഡറായിട്ട് വരുന്നത്, താനെയിൽ നിന്ന് ലീഡറായിട്ട് വരുന്നത്. അപ്പൊ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇടയിൽ ഈ ശിവസേനയുടെ യൂണിറ്റുകൾ ഇടുകയും അവരുടെയും ഈ ശാഖ എന്നൊക്കെ തന്നെയാണ് അതിന് പറയുന്നത്. ശാഖയും മുഖ്യ ശിക്ഷകും ശാഖാ പ്രമുഖവും ഒക്കെ ഉണ്ട് അവർക്കും. അപ്പം അത്തരത്തിലാണ് അവർ കയറി വരികയും അങ്ങനെ നഗരസഭാ ഭരണം ഒന്നൊന്നായി അവർ പിടിച്ചെടുക്കുകയും ഒടുവിൽ ബൃഹത് മുംബൈ കോർപ്പറേഷന്റെ ഭരണത്തിന് അടുത്തെത്തുകയും വരെ ചെയ്യുന്ന രീതിയിലൊക്കെ അവിടെ വളർന്നു കഴിഞ്ഞപ്പോഴേക്കാണ് മഹാരാഷ്ട്ര സ്വാധീനം ചെലുത്തുന്നത്. പക്ഷെ ഈ നഗരപാലികയായാലും ലോക്കൽ ബോഡിയിലായാലും ഒക്കെ ശിവസേന അവരുടെ ശക്തി ഇതുവരെ കുറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ വാർഡുകൾ തന്നെയാണ്, ഇല്ലെ ബൂത്തുകൾ തന്നെയാണ്. അവിടെ പാർട്ടി സ്ട്രോങ് ആണെങ്കിൽ ആ പാർട്ടിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം മുകൾ തട്ടിൽ ഉണ്ടാകുന്നത് പെട്ടെന്നുണ്ടാകുന്ന രാഷ്ട്രീയ കാരണങ്ങളാൽ അലൗലികളാണെങ്കിൽ താഴെ തട്ടിൽ അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ബേസ്മെന്റ് അവിടെ ഉറച്ചു കിടക്കും. അപ്പം അങ്ങനെ വരും എന്നുള്ളതായിരുന്നു ഇവരുടെ കണക്കൂട്ടൽ. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇരുന്ന് അനാലിസിസ് ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തിൽ ഒരു 50 സീറ്റെങ്കിലും ലഭിച്ചിരുന്നു എങ്കിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ അടിച്ച് തകർത്തേനെ. അവർ പറയും വീണ്ടും ശിവസേന ഉയർത്തെഴുതേക്കും. ഇതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ശിവസേനയുടെ ഒരു വിഭാഗം ഷിൻഡെയുടെ കൂടെ പോയിരുന്നില്ല നേരത്തെ. ആ വിഭാഗം ഷിൻഡെയോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മറുവിഭാഗം ഉദ്ധവിന്റെ കൂടെ അല്ല നിൽക്കുന്നത്, അവരുടെ മറുവിഭാഗം BJPയുടെ കൂടെ പോയിരിക്കുന്നു. അതായത് ശിവസേന വിട്ടാൽ പിന്നെ നേരെ അവർ പോകുന്നത് BJPയിലേക്ക്. അത് ഷിൻഡെയോടൊപ്പം നിൽക്കാൻ മാനസികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. കാരണം ഒരു പാർട്ടിയിൽ നിന്നും 2 ഗ്രൂപ്പായി. അപ്പൊ അതിൽ മറുഭാഗം പോയിരിക്കുന്നു എന്നാണ്. കാരണം ഉദ്ധവിനൊന്നും അവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. രാജ് താക്കറെ കുറെ നാളായിട്ട് അവിടെ അപ്രസക്തമാണ്, MNS. അപ്പം ആ പാർട്ടി അപ്രസക്തമായ ഒരു കാര്യമാണ്. അവിടെ ഒവൈസി മത്സരിച്ചിരുന്നു. ഒവൈസിക്ക് അവിടെ ഒന്നും കിട്ടിയായിട്ട് എനിക്കറിയില്ല. പിന്നെ അജിത് പവാറിന്റെ NCPക്കും അവിടെ വിരലെണ്ണാവുന്ന 1-2 സീറ്റേ കിട്ടിയുള്ളൂ. അവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, NCP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ശരത് പവാറിന്റെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്ട് അസ്തമിക്കുന്നു എന്നുള്ള കാഴ്ചയാണ്. അപ്പൊ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് വരുമ്പോൾ ഒരു കാര്യം വ്യക്തമായി പറയാം, മഹാരാഷ്ട്രയിൽ അവർ നേടിയത് ചക്ക വീണു മുയല് ചത്തു എന്ന് പറയുന്ന പോലത്തെ ഒരു വിജയമല്ലായിരുന്നു. അതിനുശേഷമാണ് അവരുടെ ആ മുന്നണിക്ക് അത് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇവർ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് ജയിച്ചതിന് ശേഷം ഷിൻഡെ പ്രശ്നം ഉണ്ടാക്കി, അജിത് പവാർ പ്രശ്നം ഉണ്ടാക്കി, പ്രശ്നത്തോട് പ്രശ്നമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വരുന്നൊരു തെരഞ്ഞെടുപ്പ്. അതിൽ BJPക്ക് മേൽക്കൈ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നഗരീകൃത മേഖലകളിലെല്ലാം മഹാരാഷ്ട്രയിൽ BJP കരുത്ത് പ്രാപിക്കുന്നു. ശിവസേന അവർ ക്ഷയിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഷിൻഡെ പക്ഷമാണ്. എനിക്ക് തോന്നുന്നു ഷിൻഡെയും BJPയും കൃത്യമായി എതിരാളികളായി മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. ഇവിടെ ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഷിൻഡെയുടെ പക്ഷമുള്ള ശിവസേന ഉണ്ട്, മറുപക്ഷമുള്ള ശിവസേന BJPയുടെ ഒപ്പം ചേർന്നിരിക്കുന്നു എന്നാണ്. ഇനി ഇറ്റാനഗറിലേക്ക് വരുമ്പോൾ അത് ഇതിലും വലിയ വിചിത്രമായ കാര്യമാണ്. ഇറ്റാനഗറിലായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഈ അരുണാചൽ പ്രദേശിലായിരുന്നു പിടിമുറുക്കിയിരുന്നത്. അവിടെ അനേകം പ്രശ്നങ്ങൾ. ഈ ഉൾഫ, നമ്മൾ കുറച്ചാൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഉൾഫ
ഐ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അവന്മാരാകുന്നു അവിടെ നിന്നിട്ട് നമ്മുടെ CRPF ജവാന്മാർക്ക് നേരെ നിറയൊഴിച്ചതൊക്കെ അവരായിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ചില കുത്തിത്തിരിപ്പുകളും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഇടമാണ് അവിടെ. അപ്പൊ അവിടെ കോൺഗ്രസ് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്കൊരു മടങ്ങി വരവ് അസാധ്യമാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ അവിടെ ഫൈറ്റ് ചെയ്തിരുന്ന സ്ഥലമാണ് അരുണാചൽ പ്രദേശ്. അപ്പൊ നമ്മൾ കോൺഗ്രസ് ഇല്ലാന്നൊന്നും പറയരുത്. അവർ ശക്തമായി തന്നെ ഇത്തവണ അവിടെ കഴിഞ്ഞ കുറെ നാളായിട്ട് അരുണാചൽ പ്രദേശ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ മുൻപോട്ടുള്ള പോക്ക്. പക്ഷെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴും വലിയ ഫലമൊന്നും അവിടെ കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. LJPക്ക് 2 സീറ്റുണ്ട്, നമ്മുടെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്ക് 2 സീറ്റ് ഉണ്ടെന്നുള്ളതാണ് അവിടെ മറ്റൊരു വിചിത്രമായ കാര്യം. ഒരു സ്വതന്ത്രനും ജയിച്ചിട്ടുണ്ട്, BJP അവിടെ ഭരിച്ചിട്ടുണ്ട്. അപ്പം അരുണാചൽ പ്രദേശ് കഴിഞ്ഞ കുറെ നാൾ കിരൺ റിജ്ജു ഒക്കെ ഇല്ലേ മന്ത്രി, അദ്ദേഹത്തിന്റെ സ്വന്തം നാടാണത്. അപ്പം അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഒരു 10-11 വർഷമായിട്ട് അരുണാചൽ പ്രദേശിന്റെ പൊളിറ്റിക്സിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. നിയമസഭയിലായാലും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ അവിടെ തുടർച്ചയായി BJP ജയിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഒരു പ്രമുഖനായ ഒരു ഇടതുപക്ഷ നേതാവിന്റെ ഈ തിരുവനന്തപുരത്തെ വിജയത്തിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ വേവലാതിപ്പെടുന്നത്? ഇത് പൊളിറ്റിക്സ് അല്ലേ? നിങ്ങൾ 5 കൊല്ലം ഭരിക്കുന്നു, പിന്നെ UDF ഭരിക്കുന്നു, ഇപ്പൊ BJP ഭരിക്കുന്നു, ഇനി അവര് പോകും, പിന്നെ നിങ്ങൾ വരും. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പറഞ്ഞത് വല്ല ഇതേ ഞങ്ങളും UDF വന്നും പോയി ഇരിക്കുന്ന പോലെ അല്ല ഇത്. ഞാൻ അതെന്താ, ഇവന്മാര് വന്നാൽ പിന്നെ ഒരിക്കലും പോകാറില്ല എല്ലായിടത്തും. നിങ്ങൾ ശ്രദ്ധിച്ചേ, കാരണം ഇവരെവിടെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ തുടർച്ചയായിട്ട് ഇവര് ഭരിക്കും. അതാണ് ഇവരുടെ ഒരു രീതി. ഞാൻ പറഞ്ഞു അതെന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ ജനം പിന്നെയും ഇപ്പൊ പുള്ളി പറയാം അതാ ശരിയാണ്, പുള്ളി അത് അംഗീകരിക്കുന്നുണ്ട്, ശരിയാണ്. ഇവര് വന്നു കഴിഞ്ഞാൽ ഇവർ കുറെ പരിഷ്കാരങ്ങളും പിന്നെ വികസനമൊക്കെ കൊണ്ടുവരും, പിന്നെ ഇവരെ പറിച്ചെറിഞ്ഞാൽ പോത്തില്ല എന്നാണ് പറയുന്നത്. ഈ താമരയുടെ ഒരു രീതി അങ്ങനെയാണല്ലോ. താമര നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുളത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏതെങ്കിലും ഒരു വിത്ത് അവിടെ കാണും, അത് എപ്പോഴെങ്കിലും മുളച്ച് പൊന്തുകയും ചെയ്യും. അതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ, അതുകൊണ്ടാണ് ഇവർക്ക് ഭയം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുവലത് മുന്നണിയുടെ ഭയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ BJP 1-2 സീറ്റ് ജയിക്കുന്നതോ ഇല്ല BJP പ്രതിപക്ഷത്ത് വരുന്നോ അതല്ല അവരുടെ ഭയം. കാരണം തെരഞ്ഞെടുപ്പല്ലേ, എല്ലാ വർഷവും അല്ലെ എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും മാറാമല്ലോ. പക്ഷെ ഇവരുടെ ഭയം അതല്ല, ഒരിക്കലും ഇവന്മാർ വന്നാൽ പിന്നെ പോകത്തില്ലെന്നാണ് ഇവരുടെ ഒരു ഉറച്ച വിശ്വാസം. എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഉത്തർപ്രദേശിൽ കണ്ടിന്യൂ ആയിട്ട് ഒരു സർക്കാർ ഭരിക്കുന്നത് ഇപ്പോഴാണ്. ബീഹാറിൽ കണ്ടില്ലേ എത്ര നാളുകളായി ഇവർ ഭരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇവര് ഭരിക്കുന്നിടത്തു നിന്നും ഇവരങ്ങനെ തോറ്റ് പോകുന്നതാകെ നമ്മൾ കണ്ടത് ഈ അടുത്ത കാലത്ത് കർണാടകയിൽ മാത്രമാണ്. അത് കൈയിരിപ്പ് കൊണ്ട് തോറ്റതാണെന്ന് പറയാം. ബാക്കി എങ്ങും തോക്കുമെന്ന് പറഞ്ഞ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പോലും അവർ തോറ്റില്ല. ദില്ലിയിൽ അവരവരുടെ ഭരണം തിരിച്ചു പിടിച്ചു. അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യം.